മണിത്തെന്നലായി വാവാ മഹേശ്വര ജീവൻ കനിഞ്ഞരുളൂ നിത്യ ജീവൻ കനിഞ്ഞരുളൂ. കൃപയുടെ വഴിയിലൂടെ ദൈവം കൈപിടിച്ച് നടത്തുന്ന കണ്ണൂർ രൂപതയിലെ മടക്കാംപൊയിൽ ഹോളി ഇൻഫന്റ് മേരി ചർച്ച് ഇടവകാംഗങ്ങളായ കുറ്റ്യാത്ത് അനീഷിന്റെയും ജിഷയുടെയും 5 മക്കളുടെയും ജീവിതത്തിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആംബുലൻസിൽ ജിഷ പ്രസവിച്ചു. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവുമ്പം സമൂഹം പല വിധത്തിൽ ആണ് പ്രതികരിക്കുന്നത്. തമ്പുരാൻ തരുന്നത് എത്രയാണോ അത് കൈനീട്ടി വാങ്ങാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. 4ാമത്തെ മോള് വീട്ടിലാണ് ജനിച്ചത്. അമ്മച്ചിയാണ് എടുത്തത്. അപ്പം മഴയുള്ള സമയമാണ്, കറണ്ടില്ല. പ്രസവിക്കുമ്പോൾ അത് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ കാലാണ് ആദ്യം വന്നത്. പെട്ടെന്ന് അമ്മച്ചി കൊച്ചിനെ എടുത്തു. പൂക്കൾ കൊടി മുറിക്കാൻ ഒരു ഒന്നുമില്ല ഇവിടെ. അപ്പം പെട്ടെന്ന് നീ പോയി ഒരു ബ്ലേഡ് മേടിച്ചിട്ട് പോകാന്ന് പറഞ്ഞ് ഞാൻ ഓടിപ്പോയി ആ കടയിൽ പോയി ബ്ലേഡ് വാങ്ങിച്ചു കൊണ്ടുവന്നു. ഒരു കുഞ്ഞിനെ കൂടി ദൈവം ഞങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞ് ജിഷയുടെ ഉദരത്തിൽ. ഇങ്ങനെ കുഞ്ഞ് നടക്കൂലേ, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള സമയത്ത് ദൈവത്തിലാണ് ആശ്രയിക്കാനുള്ളത്. ജിഷ നൊവേന കൂടും. നീ തന്ന കൊച്ചാണ്, നീ തന്നെ അതിനെ നടത്തണമെന്ന് അവള് കരഞ്ഞ് ഉണ്ണിമേരി മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ പേര് അനീഷ്. എനിക്ക് അപ്പനും അമ്മയും 2 സഹോദരങ്ങളുമാണുള്ളത്. സഹോദരൻ കണ്ണൂർ രൂപതയിലെ വൈദികനാണ്. സഹോദരി പട്ടൂൺ ദീനസേന സഭയിലെ സിസ്റ്ററാണ്. എൻ്റെ പിതാവ് 2025 ഓഗസ്റ്റിൽ മരിച്ചുപോയി. അമ്മ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. എൻ്റെ പേര് ജിഷ. കടിമേനി ഇടവകക്കാരിയാണ്. അപ്പൻ, അമ്മ, സഹോദരൻ, സഹോദരി. ഞങ്ങൾ 3 മക്കളാണ്. അനിയത്തി CMC സഭയുടെ സിസ്റ്ററാണ്. അനിയൻ മാര്യേഡ് കഴിഞ്ഞിട്ട് വീട്ടിലുണ്ട്. ഞാൻ ആദ്യകാലങ്ങളിൽ കൂലിപ്പണിയും അതുപോലെ പള്ളിയിലെ കപ്പ്യാരും ഒക്കെ ആയിട്ടാണ് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. ഈ അവസരത്തിലൊക്കെ ഒരുപാട് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ചാത്തങ്ങോട്ട് നട ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ മേഖലയിലൂടെ ഉണ്ടായിരുന്നു. കൃപാലയത്തിലും ശുശ്രൂഷ മേഖലയിലൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മദർ ഹോമിൽ ധ്യാനം കൂടി ജീവിത പങ്കാളിനെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി ദൈവം ഒത്തിരി അനുഗ്രഹിച്ച് എനിക്കൊരു ജീവിത പങ്കാളിനെ തന്നു. കൂട്ടുകാരിൽ നിന്നും ഒക്കെ ഒരുപാട് സമ്മർദ്ദം, കല്യാണം കഴിക്കണം എന്നൊക്കെ ഉള്ള ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. അങ്ങനെ ആണ് എൻ്റെ 36ാമത്തെ വയസ്സിൽ ഞാൻ വിവാഹം കഴിക്കുന്നത്. 2009 ഡിസംബർ 30 ഞങ്ങളുടെ വിവാഹം. ആദ്യമേ സൂചിപ്പിച്ചിരുന്നല്ലോ, ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ലഭിച്ചതാണ് എനിക്ക് ജിഷയെ. ഹോളി ഇൻഫന്റ് മേരി ചർച്ച് മടക്കാംപൊയിൽ, ആ പള്ളിയിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. അന്നത്തെ വികാരി അച്ഛൻ ഫാദർ പോൾ പാലാട്ടി SJ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. കല്യാണം കഴിക്കുമ്പോൾ ഞങ്ങൾ തറവാട്ട് വീട്ടിലായിരുന്നു താമസം. ജിഷ ആദ്യമായിട്ട് കയറി വന്നത് ഞങ്ങളുടെ ആ പഴയ വീട്ടിലേക്കാണ്. ജിഷ എന്ന് എനിക്ക് സപ്പോർട്ടായിരുന്നു.
പ്രത്യേകിച്ച് ആദ്യം ടാപ്പിംഗ് ആയിരുന്നു ജോലി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ടാപ്പിംഗ് കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഭക്ഷണമൊക്കെ ആയിട്ട് ജിഷ വരും, അത് വിളമ്പിത്തരും. ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അത് കഴിക്കും. അതൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ദൈവം ഞങ്ങൾക്ക് 5 മക്കളെ തന്ന് അനുഗ്രഹിച്ചു. ഇപ്പോ 6ാമത് ഒരാളിലേക്ക് കൂടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോ ജിഷയുടെ ഉദരത്തിലാണുള്ളത്. 1ാമത്തെ ആള് മകളാണ്. അവളുടെ പേര് ലിയാൻ മേരി. അവൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കൂടാതെ അവള് പള്ളിയുടെ കാര്യങ്ങളിലൊക്കെ എപ്പോഴും സജീവമായിട്ട് പങ്കെടുക്കും. അവളിപ്പോൾ ഒരു അൾത്താര ബാലികയാണ്. പിന്നെ തിരുബാല സഖ്യം അങ്ങനെയുള്ള സംഘടനകളിലൊക്കെ അവള് പള്ളിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 2ാമത്തെ ആള് ലീനസ് ജോർജ്, 9 വയസ്സ്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 6 വർഷത്തിന് ശേഷമാണ് അവനെ ഉണ്ടായി കിട്ടിയത്. അവന് താല്പര്യമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ചെണ്ട കൂട്ടുന്നതും ബാൻഡ് കൂട്ടുന്നതിനും ഒക്കെയാണ് അവന് താല്പര്യം. 3ാമത്തെ ആള് ജനാമേരി, 7 വയസ്സുണ്ട്. അവള് 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾക്ക് ഡാൻസിനോടൊക്കെ താല്പര്യമാണ്. സ്കൂളിലൊക്കെ ഡാൻസ് കളിക്കുന്ന അതിനൊക്കെ കൂടാൻ പങ്കെടുക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കുട്ടിയാണ് അവള്. 4ാമത്തെ ആള് ജോവേസ് മരിയ, 5 വയസ്സ്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ താല്പര്യമുണ്ട്. 5ാമത്തത് റൂബി മരിയ. റൂബി മരിയക്ക് പ്രത്യേകിച്ച് ചെറിയ കുട്ടിയാണ്. ഇപ്പൊ അംഗൻവാടിയിലാണ് അവള് പഠിക്കുന്നത്. അവൾക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെ ബാക്കിയുള്ള കുട്ടികളെ പോലെയല്ല. അവള് എന്ത് കാര്യത്തിനും ഒരു നിരീക്ഷണമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ അവൾ ശ്രദ്ധിക്കുകയും അത് പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഡിസോർഡറായി കിടക്കുന്നുണ്ട് പെട്ടെന്ന് അതെടുത്ത് മാറ്റാനൊക്കെ ഉള്ള ഒരു പ്രത്യേക കഴിവ് അവൾക്കുണ്ട്. ബാക്കിയുള്ള പിള്ളേരെക്കാൾ ഒരു വ്യത്യസ്തത അവളിൽ അതാണ് കാണുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മക്കളാണ് ഞങ്ങളുടെ എല്ലാം. ഇത്രയും കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. ആ ദൈവത്തിനോട് എന്നും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. അവരെ നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ദൈവാനുഗ്രഹം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഞാൻ, ജിഷ, മക്കൾ, അമ്മച്ചി, ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ നന്മകൾക്ക് പുറകിലും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഞങ്ങൾ കാണുന്നത്. ഞാൻ ഇടവകയിലെ ദേവാലയ ശുശ്രൂഷ ചെയ്യുന്നു, ഒപ്പം ഓട്ടോറിക്ഷ ഓടിക്കുന്നു. ഇതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കാണാൻ കഴിയും. ഓട്ടോറിക്ഷ ഓടിക്കുന്നത് തുടങ്ങിയിട്ട് 11 വർഷമായി. പക്ഷേ ഈ ഓട്ടോറിക്ഷ ലഭിച്ചതിൻ്റെ പിന്നിൽ ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ കാണാൻ കഴിയും. 2015 ലാത്ര ബൈബിൾ കൺവെൻഷനിൽ വെച്ച് അന്നത്തെ ധ്യാനഗുരു ഒരു കുടുംബത്തിന് ഒരു ഓട്ടോറിക്ഷ നൽകി അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഞങ്ങളായിരുന്നു. ആ 2015 ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ ലഭിച്ചു. 11 വർഷമായിട്ട് ആ തൊഴിലാണ് ഞാൻ ചെയ്യുന്നത്. വീടായാൽ കുട്ടികൾ വേണം, അതാണ് എൻ്റെ സന്തോഷം. അവരെ കളിയും ചിരിയും എല്ലാം കാണാനും അവരെ കൂട്ടത്തിൽ സമയം ചെലവഴിക്കാനും എല്ലാം എനിക്ക് സാധിക്കുന്നു. പല പല കളികളും എല്ലാം കാണുമ്പോൾ സന്തോഷമുണ്ട്. അവർ ദൈവവിശ്വാസത്തിൽ വളർന്ന് നല്ല കുട്ടികളാകണമെന്നാണ് അതിയായ ആഗ്രഹം.
ആദ്യത്തെ മോളുണ്ടായി 6 വർഷത്തിന് ശേഷമാണ് രണ്ടാമത്തെ മോനുണ്ടാകുന്നത്. 2016 നമ്മുടെ ഇടവകയിൽ ഒരു ഇടവക ധ്യാനം നടന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ധ്യാനിപ്പിക്കുന്ന ബ്രദേഴ്സ് ഭവനങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ സമയത്ത് പല കാര്യങ്ങളും ഷെയർ ചെയ്തു. ഒടുവിൽ ആ ബ്രദേഴ്സ് ഇടവകയിലേക്ക് തിരിച്ചു പോകാൻ നേരം ചോദിച്ചു, എന്താണ് ഇനി വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ജിഷ പറഞ്ഞു, ആ പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് അന്തിച്ചു, ഇവൾ എന്താണ് പറയാൻ വരുന്നത്? അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ജിഷയിലേക്ക് തിരിഞ്ഞപ്പോൾ ജിഷ ചോദിച്ചു, ഒരു കുഞ്ഞു കൂടി വേണം, ഒരു കുട്ടി മാത്രമേ ഉള്ളൂ, ഇനി ഒരു കുട്ടി കൂടി വേണം, 6 വർഷമായി. അപ്പോൾ ആ ബ്രദർ പറഞ്ഞു, ഒരു കുട്ടിയോ? അനേകം കുട്ടികളെ തരാനാണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ബ്രദറെ നിർത്തിയിട്ട് പറഞ്ഞു, അടുപ്പിച്ച് 2 കുഞ്ഞുങ്ങളെ തരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതെന്താ അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളൊരു ശങ്ക ഉണ്ടായി. പക്ഷെ അത് യാഥാർത്ഥ്യമായിരുന്നു, ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നു. അത് ആ ബ്രദർ പറഞ്ഞ് ഒരു 1.5 മാസം കഴിയുമ്പോഴത്തേക്ക് ജിഷ പ്രഗ്നൻ്റായി. 2016 നവംബറിൽ ഞങ്ങൾക്ക് ഒരു മോനെ ലഭിച്ചു, ലീനസ് ജോർജ്. അതാണ് അവൻ്റെ ഒരു ജനനത്തെ സംബന്ധിച്ച ഒരു അത്ഭുതം. മൂന്നാമത്തെ മോളെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് 9 മാസം നിറവയറുമായിരിക്കുന്ന സമയമാണ്. അന്നേരം യൂറിനിൽ ഇൻഫെക്ഷനായി. അതുകൊണ്ട് തന്നെ ഡോക്ടർ ആൻറ്റിബയോട്ടിക്കിന് എഴുതി. അത് കഴിച്ചു. അത് കഴിച്ചതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് കൊച്ചിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായി. സ്കാനിങ്ങിൽ അവളുടെ കാലിൽ പൊക്കിൾ കൊടി ചുറ്റിയിട്ട് അതൊരു പ്രശ്നമായിരുന്നു. പിന്നെ അവൾ തലകീഴായിട്ട് ജനിക്കുന്നതിന് പകരം നേരെ തിരിച്ചിട്ട് ജനിക്കാൻ സാധ്യതയുണ്ട്. അപ്പം പിന്നെ സിസേറിയൻ വേണ്ടി വരും, അതൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ബെഡ് റെസ്റ്റിന് പറഞ്ഞു. ബെഡ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു ശനിയാഴ്ച പള്ളിയിൽ അഡ്മിറ്റാകാൻ പോകേണ്ടതിനുള്ള ഒരു ഒരുക്കമായിട്ട് പള്ളിയിൽ പോയി നൊവേന കൂടി തിരിച്ച് വീട്ടിൽ വന്ന് 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് പിന്നെ പെട്ടെന്ന് പ്രസവത്തിൻ്റെ ലക്ഷണം കാണിച്ചു. പിന്നെ അന്ന് പെട്ടെന്ന് ഒരു മഴയുള്ള സമയമാണ്, ജൂലൈ മാസമല്ലേ, അപ്പം മഴയുള്ള സമയമാണ്, കറണ്ടില്ല, ആകെ കൂടി ഒരു പ്രശ്നമുള്ള സമയത്ത് പിന്നെ പ്രസവിക്കുമ്പോൾ അത് കൊച്ച് നേരെ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ കാലാണ് ആദ്യം വന്നത്. അപ്പോൾ ആ സമയത്ത് അമ്മച്ചി അടുത്തുണ്ടായിരുന്നു. അമ്മച്ചി കൊച്ചിനെയൊക്കെ എടുത്ത് ശീലമുണ്ട്. അപ്പോൾ പെട്ടെന്ന് അമ്മച്ചി അത് വളരെ ഭംഗിയായിട്ട് കൊച്ചിനെ എടുത്തു. പൊക്കിൾ കൊടി മുറിക്കാൻ ഒരു ഒന്നുമില്ല ഇവിടെ. അപ്പം പെട്ടെന്ന് നീ പോയി ഒരു ബ്ലേഡ് മേടിച്ചിട്ട് പോകാന്ന് പറഞ്ഞ് ഞാൻ ഓടിപ്പോയി ആ കടയിൽ പോയി ഒരു ബ്ലേഡ് വാങ്ങിച്ചു കൊണ്ടുവന്നു. പൊക്കിൾ കൊടി മുറിച്ചു. അമ്മച്ചി എന്നെ പൊക്കിൾ കൊടിയൊക്കെ കെട്ടി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആശാവർക്കർമാരോട് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു ഉടനെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. ഏതായാലും ഇപ്പം തന്നെ പോയേക്കാമെന്ന് പറഞ്ഞ് അന്നേരം തന്നെ വണ്ടി വിളിച്ച് പയ്യന്നൂർ പോയി. എല്ലാം ഭംഗിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഒരു ചെക്കപ്പ് നടത്തുമല്ലോ അവിടുന്ന്. അപ്പോൾ ചെക്കപ്പ് നടത്തുമ്പോൾ കൊച്ചിന് ചില പ്രശ്നങ്ങൾ, തൈറോയിഡിൻ്റെ പ്രശ്നം കണ്ടു. പിന്നെ ഡോക്ടർ ചോദിച്ചു, വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഹിപ്പിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരുണ്ടോ? ഈ കൊച്ചിന് ഹിപ്പ് അതിനന്ന് ബോൾ തെറ്റിയിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ തുടർ ചികിത്സയിൽ അത് മണിപ്പാലിൽ പോയിട്ട് അത് ശരിയാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മണിപ്പാലിൽ പോയി. അപ്പം ഇതൊരു ആദ്യമായിരുന്നു. ഇങ്ങനെ കുഞ്ഞ് നടക്കൂലേ, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള സമയത്ത് ദൈവത്തിലാണ് ആശ്രയിക്കാനുള്ളത്. ജിഷ പിന്നെ നൊവേന കൂടും. ഉണ്ണിമേരി മാതാവിനോട് പറയും, ഉണ്ണിമേരി മാതാവ് നീ തന്ന കൊച്ചാണ്, നീ തന്നെ അതിനെ നടത്തണമെന്ന് അവൾ കരഞ്ഞ് ഉണ്ണിമേരി മാതാവിനോട് പ്രാർത്ഥിച്ചു. ഏതായാലും മംഗലാപുരം മണിപ്പാലിൽ പോകാനും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ മണിപ്പാലിൽ പോകാൻ സാധിച്ചു. അവിടുന്ന് ഡോക്ടർ ബെൽറ്റ് ഇട്ട് തന്നു 3 മാസം. അതിട്ട് തന്നു, അത് ക്ലിയറായി. പിന്നെ അപ്പോഴത്തേക്ക് കൊറോണയുടെ ടൈമൊക്കെ പിന്നെ വന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് അവൾക്ക് ഒരു കുഴപ്പമില്ല, ഇപ്പം നടക്കുന്നുണ്ട്. തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്, അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്. എല്ലാം ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു നന്മയിലൂടെ എല്ലാം നടന്നു പോകുന്നതായിട്ടാണ് ഇപ്പം അനുഭവം. 4ാമത്തെ മോള് വീട്ടിലാണ് ജനിച്ചത്. അമ്മച്ചിയാണ് എടുത്തത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. കോവിഡിൻ്റെ സമയമായിരുന്നു അന്നേരം. അപ്പോൾ ഞങ്ങൾ ജിഷയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ആശുപത്രിയിലേക്ക് പോയി.
അപ്പം ഡോക്ടർ റിസൾട്ടൊക്കെ ഇങ്ങനെ നോക്കി ചെക്കപ്പ് ചെയ്ത റിസൾട്ട്, സ്കാൻ ചെയ്ത റിപ്പോർട്ട് അതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇതിന് ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് വരുന്നത്, കൂട്ടം കൂടാന്ന് അറിഞ്ഞൂടെ, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ആ സമയത്ത് വന്നാൽ മതി, പിന്നെ ഇങ്ങനെ തിരക്ക് പിടിച്ചൊന്നും വരണ്ട, പിന്നെ അത്ര കണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്നൊക്കെ ആണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വന്നു, ഇവിടെ വീട്ടിൽ വന്നു, സാധാരണ നിലയിൽ പോകുന്നു. ഇതുപോലെ തന്നെ ഒരു ദിവസം പള്ളിയിൽ നൊവേന കൂടി തിരിച്ചു വന്നു. ഞാൻ പള്ളിയിൽ നിന്നെല്ലാം ഒരുക്കി വെച്ച് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ജിഷ ഫോൺ വിളിക്കുന്നത്, എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, വേഗം വരണം എന്ന് പറഞ്ഞു. ഞാൻ ഓടി വന്നു. പിന്നെ അപ്പോഴത്തേക്ക് ജിഷേൻ്റെ വീട്ടിൽ നിന്ന് പപ്പേനും അമ്മയും വിളിച്ചു, അവരും വണ്ടിയെടുത്ത് വന്നു. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് പയ്യന്നൂർക്ക് പോകാൻ സമയമില്ല, പിന്നെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് പെരുങ്ങോത്തുനിന്ന് ഒരു ആംബുലൻസ് വിളിച്ച് പയ്യന്നൂർക്ക് തന്നെ പോവുകയാണ്. അപ്പം പയ്യന്നൂർക്ക് പോകുന്ന വഴിക്ക് കാങ്കോല് ഒക്കെ കഴിഞ്ഞ സമയത്ത് ആംബുലൻസിൽ തന്നെ പ്രസവിച്ചു. പിന്നെ ഇതും ഒരു പെസഹ വ്യാഴാഴ്ചയായിരുന്നു. അതിനകത്തൊക്കെ ഉള്ള ഒരു ഇതെടുത്ത് നോക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ശരിക്ക് കാണുന്ന ഒരു തമ്പുരാൻ്റെ പെസഹ വ്യാഴം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അപ്പോൾ അന്ന് തന്നെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം ദാനമായിട്ട് നൽകി. അതിനും ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 5ാമത്തെ കൊച്ച് ഡിസംബർ 4-ാം തീയതി ആണ് ഉണ്ടായത്. അന്ന് ഡോക്ടർ പറഞ്ഞതിനും 2 ദിവസം നേരത്തെയാണ്. ഡോക്ടർ പറഞ്ഞ അന്ന് അഡ്മിറ്റ് ആകാനുള്ള ഒരുക്കത്തിലൊക്കെ ആയിരുന്നു ഞങ്ങൾ. അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പള്ളിയിൽ ഇരിക്കുമ്പോൾ ജിഷ പറഞ്ഞു, എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞു ഓടി വന്നു. പിന്നെ പെരുങ്ങോത്തുനിന്ന് ആംബുലൻസ് പിടിച്ച് പയ്യന്നൂർക്ക് പോകുന്ന വഴിക്ക് പിന്നെ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആംബുലൻസിൽ ജിഷ പ്രസവിച്ചു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബാക്കിയുള്ള ഫോർമാലിറ്റീസൊക്കെ ചെയ്ത് സുഖപ്രസവമായിരുന്നു. കൊച്ചിന് നല്ല തൂക്കമൊക്കെ ഉണ്ടായിരുന്നു. അതും ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിട്ട് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ മക്കളുടെ സൗഭാഗ്യത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും മനോഹരമായ പദം സങ്കീർത്തനം 27-ലാണ്. ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. നമ്മുടെ ഇടവ കുടുംബത്തിൽ ഇപ്രകാരം ഈ സമ്മാനം സ്വീകരിച്ച ഒരു കുടുംബമാണ് അനീഷ് ജിഷ ദമ്പതികൾ. സ്വർഗത്തിലെ ദൈവം അവർക്ക് 5 മക്കളെ നൽകി അനുഗ്രഹിച്ചു. ഇപ്പോൾ 6ാമത്തെ കുഞ്ഞിന് വേണ്ടി അവർ പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇടവ കുടുംബത്തിന് ഏറെ അഭിനന്ദനം നൽകുന്ന ഒരു കുടുംബമാണ് ഇവരുടേത്. ഈ അനീഷ് കുറ്റിയാത്ത്, അദ്ദേഹം ഞങ്ങളുടെ ഇടവകയുടെ കപ്പ്യാരായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം തൻ്റെ ഉപജീവനത്തിന് വേണ്ടി ഒരു സാധാരണ ഓട്ടോ ഓടിച്ചുകൊണ്ടാണ് കുടുംബത്തെ, ഈ മക്കളെല്ലാവരെയും പരിപാലിക്കുന്നത്. ദൈവം നൽകുന്ന മക്കളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനുള്ള അവരുടെ വലിയൊരു മനസ്സ് ഈ കാലഘട്ടത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. ഈ 5 മക്കളും അനുഗ്രഹീതരാണ്. അവരെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥനയിലായിരിക്കുന്നവരാണ്, ദേവാലയവുമായി ചേർന്ന് നിൽക്കുന്നവരാണ്. ഇവിടെ കുടുംബം മുഴുവനും ഒരു ദൈവ ചൈതന്യമുള്ള പ്രാർത്ഥന അരൂപിയുള്ള ഒരു ഭവനമാണ്. ഞങ്ങളുടെ ഈ ദേശത്ത് നമുക്കിവിടെ 65 കുടുംബങ്ങളാണുള്ളത്. അതിൽ ഒരു കുടുംബത്തിൽ മാത്രമേ ഇത്രയും മക്കൾ ഉള്ള സൗഭാഗ്യമുള്ള ഒരു കുടുംബമുള്ളൂ. തീർച്ചയായിട്ടും ഇവരുടെ ജീവിതം അനേകർക്ക് പ്രചോദനമായി കൂടുതൽ മക്കളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും അവരെല്ലാവരെയും ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് വളർത്താനുമുള്ള ഒരു പ്രചോദനമായി ഈ കുടുംബം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹവും ഈ കുടുംബത്തിന് ഞാൻ പ്രാർത്ഥനാപൂർവ്വം നേരുകയാണ്. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാകുമ്പം സമൂഹം പല വിധത്തിൽ ആണ് പ്രതികരിക്കുന്നത്. അത് ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ട് നിർത്തണം എന്നൊക്കെ പറയും. ഞങ്ങൾ തമ്പുരാൻ തരുന്നത് എത്രയാണ് അത് കൈനീട്ടി വാങ്ങാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പം പോയി മരുന്നൊക്കെ മേടിച്ച് തിരിച്ചു വന്നു.
അതിനുശേഷം അമ്മച്ചിയുടെ ഇത് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ആ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നഴ്സ് ചോദിച്ചു, കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമായോ? ഞാൻ പറഞ്ഞു, ആ സുഖമായി, ഒരു ചെവിവേദനയുണ്ട്, പരിഹാരം പോകേണ്ടി വന്നു എന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു, നിങ്ങൾ ഈ ഹോസ്പിറ്റലൊന്നും പോകാത്ത ടീമാണോ, അങ്ങനെയുള്ള ആൾക്കാരാണോ നിങ്ങൾ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ കൃത്യമായി പോകുന്നതാണ്. പിന്നെ വീട്ടിൽ പ്രസവിക്കാനുണ്ടായ കാരണം പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞതിലും നേരത്തെ തന്നെ പ്രസവം നടന്നു പോയതുകൊണ്ട് അങ്ങനെ ബൈ ചാൻസിൽ അങ്ങനെ പ്രസവിച്ചു പോയതാണ്. മനഃപൂർവ്വം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാതെ നിൽക്കുന്ന തരത്തിലാണ് ജനങ്ങൾ, ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത്. ഒരു സാധാരണ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഉപജീവന മാർഗം നടത്തുന്ന ഒരാൾക്ക് ഈ 5 പിള്ളേരെയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി 5 പിള്ളേരെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് സാമ്പത്തിക പ്രയാസം നേരിടുന്ന കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സംഭവം വരുന്നില്ല. എല്ലാം ദൈവത്തിൻ്റെ ഒരു കരുതൽ പോലെ ഒരു സാധാരണ രീതിയിൽ എല്ലാം നടന്നു പോകുന്നു. അതിന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. പിന്നെ ഇത്രയും കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എങ്ങനെ ഇനി ജീവിക്കും എന്നുള്ള ഒരു ചോദ്യം വരുന്നു. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി കാര്യങ്ങൾ, ഇതൊക്കെ ഉള്ള ചോദ്യം. പക്ഷെ ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. അന്നുള്ള കാര്യങ്ങൾ അത് ഭംഗിയായിട്ട് ഒരു ദൈവത്തിൻ്റെ കരുതൽ പോലെ എല്ലാം ഭംഗിയായിട്ട് പോകുന്നു, യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ. അത് തന്നെ ഒരു അത്ഭുതമല്ലേ? ഒരു കണക്ക് ഇങ്ങനെ എത്രയോ മനുഷ്യർ ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ഇങ്ങനെ ഞങ്ങളെ താങ്ങി തമ്പുരാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഓർക്കുവാണ്, പിന്നെ നിങ്ങളെന്തിനും ഇങ്ങനെ ആകുലരാകണോ? വയലിലെ ലില്ലിയെ നോക്കുവേ എന്ന് ഉള്ളൊരു വചനമുണ്ടല്ലോ. അത്ര മനോഹരമായ പുഷ്പങ്ങളെ അണിയിച്ചൊരുക്കുന്ന കർത്താവ്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി നിങ്ങൾ എന്തുമാത്രം കരുതുകയില്ല എന്നുള്ള ആ ഒരു വചനം, അത് ശരിക്കും അനുഭവിച്ച് അറിയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. ദൈവം ഞങ്ങളെ വഴി നടത്തി കരുതി മുന്നോട്ട് നയിക്കുന്നു. ഒരു മനുഷ്യജീവിതം എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാവും. പക്ഷേ അത് തരണം ചെയ്യാനുള്ള ശക്തിയും അവിടുന്ന് നമുക്ക് നൽകുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രയാസങ്ങളൊന്നും അറിയുന്നില്ല. കാരണം ഒരു കുട്ടി ഉണ്ടായിരുന്ന സമയത്ത് ഉള്ളതിനേക്കാൾ സന്തോഷമാണ് കൂടുതൽ കുട്ടികളുള്ളപ്പം. പിന്നെ ഇവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇത്രയും പിള്ളേരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നാറേ ഇല്ല. എന്തുണ്ടെങ്കിലും അവർ പരസ്പരം സഹായിക്കും. ഞങ്ങളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ഞങ്ങളങ്ങനെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. ദൈവമാണ് മക്കളെ തന്നത്. അപ്പോൾ ആ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ ദൈവത്തിൻ്റെ ദാനമാണ് കുഞ്ഞുങ്ങൾ. അത് ഞങ്ങൾക്ക് സ്വീകരിക്കുന്നതിൽ ഒരു മടിയുമില്ല. സന്തോഷത്തോടു കൂടി ഞങ്ങളത് സ്വീകരിക്കുന്നു. ദൈവത്തിന് സ്തുതി. എന്നുമെൻ ആശ്രയം.